ശ്രീ വസീഫ്, ഇവിടെ മുതിർന്ന മാധ്യമപ്രവർത്തകരടക്കം ഉന്നയിക്കുന്ന സംശയം കാഫിർ പ്രചാരണം എന്നത് ആരുടെ ഭാഗത്ത് നിന്നുണ്ടായതാണ് എങ്കിലും അത് കണ്ടെത്തുക, ആ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. ആരാണ് സൃഷ്ടിച്ചത് എന്നത് ഇപ്പോഴും പുകമറയിൽ നിൽക്കുന്ന സാഹചര്യമാണ്. അവരെ പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ഭരണകൂടത്തിനല്ലേ ഉള്ളത്? ഉറക്കം വരുന്നു. നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് ഇതുവരെയും ഇതാര് സൃഷ്ടിച്ചു എന്ന് കണ്ടെത്താൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാകാം? കേൾക്കാം, പറയൂ. ഇതിൽ കാഫിർ പ്രയോഗം മാത്രമല്ല ഇടതുപക്ഷം അവിടെ ഉന്നയിച്ച കാര്യങ്ങൾ. ശരി, ഇവിടെ കാഫിർ പോലെ നിരവധിയായ വിഷയങ്ങൾ. ഇപ്പൊ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ, ആ വീഡിയോ കട്ട് ചെയ്ത് അവിടെ മുസ്ലിം വിരുദ്ധമാണ് ശൈലജ ടീച്ചർ എന്ന് വരുത്താൻ ശ്രമിച്ചത് ആരാ? കുറെ പേര് അറസ്റ്റ് ചെയ്തല്ലോ. ഇവരെന്തിനാ അറസ്റ്റ് ചെയ്യാത്തത് മാത്രം ഉയർത്തി കാണിക്കുന്നത്? ഏറ്റവും ക്രൂരമായ രീതിയിൽ, ഏറ്റവും വിഭജന ചിന്ത ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രചരണമായിരുന്നില്ലേ അത്? അതെ. ഇവിടെ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരു വ്യാജ ID ഉണ്ടാക്കി വലിയ രീതിയിൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരുടെ ഭാര്യമാരെ, വനിതാ പ്രവർത്തകരെ ഒക്കെ ആക്ഷേപിച്ച പ്രതിയെ പിടിച്ചില്ലേ? ഭയങ്കരം തന്നെ. കുഞ്ഞച്ചന്മാരെ ഉൽപ്പാദിപ്പിച്ച് കേരളത്തിലുടനീളം വ്യാജ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരാ കേരളത്തിലെ UDF-ഉം കോൺഗ്രസും എല്ലാം. അതിന് ഒരു വേള പോലും തള്ളി പറയാത്തവരാ ഇവര്. അങ്ങനെ വെറുതെ ഇതിനെ അങ്ങ് കണ്ടിട്ട് പോകാൻ പറ്റില്ല. അല്ല, തള്ളിപ്പറഞ്ഞില്ല എന്ന് താങ്കൾ പൂർണ്ണമായും പറയരുത്. ഞങ്ങളുടെ പ്രതിനിധിയോടടക്കം, ഇപ്പോൾ ഷാഫി പറമ്പിലടക്കം അത്തരത്തിലുള്ള ഒരു ഒട്ടും വേണ്ട എന്ന് ന്യൂസ് 18നോടക്കം പ്രതികരിച്ചിരുന്നു. അതിന് തന്നാരും വിളിച്ചില്ല. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ അവസരം എന്താണ്? സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. നിങ്ങൾ വിളിച്ചിട്ടാ ഞാൻ സമയമില്ലാത്ത അല്ല, പറഞ്ഞുകൊള്ളൂ. അത് താങ്കൾ പറയുന്നതിൽ ചില ഫാക്ടുകൾ ഞങ്ങളോട് പറഞ്ഞ കാര്യം പറയാതിരിക്കാനും വയ്യല്ലോ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ സംസാരിക്കുമ്പോഴല്ലോ നിങ്ങൾ സംസാരിക്കും. ഓക്കെ, ബൈ. റൈറ്റ്, വളരെ നന്ദി ശ്രീ വസീഫ്. അയക്കെന്തറ പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും